അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു തആല പരിശുദ്ധമായ റമളാനിനെ അതിന്റെ പവിത്രതയോടുകൂടി സ്വീകരിക്കാനും ഒരുപാട് ഇബാദത്തുകൾ ഇഖ്ലാസോടുകൂടി ചെയ്യാനും അതിന്റെ പോരിശയോടുകൂടി റമളാനിനെ യാത്രയാക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് റമളാനുകൾ നമുക്ക് അതിന്റെ പവിത്രതയോടെ സ്വീകരിക്കാനും അതിന്റെ പവിത്രതയോടെ പറഞ്ഞേക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഓരോ വർഷവും ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു വരുന്നത്, നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ പല ആളുകൾക്കും നോമ്പ് ഖളാ ആയവരുണ്ടാവും. അപ്പൊ ആ നോമ്പുകൾ എങ്ങനെയാണ് ഖളാ വീട്ടേണ്ടത്? പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് മുലയൂട്ടുന്നതായ സ്ത്രീകൾ, അവർക്ക് കഴിഞ്ഞുപോയ നോമ്പുകൾ എങ്ങനെയാണ് ഖളാ വീട്ടേണ്ടത്? അതിനിക്ക് മുദ്ദ് കൊടുക്കേണ്ടതുണ്ടോ? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ ഇവിടെ പറയുന്ന മസ്അല, റമളാനിലെ നോമ്പ് ഒരാൾക്ക് ഖളാ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത റമളാനിന് മുമ്പ് ആ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇനി റമളാനിൽ ഖളാ ആയ നോമ്പ് അടുത്ത റമളാനായിട്ടും ഒരാൾ ഖളാ വീട്ടിയില്ല എങ്കിൽ, ആ റമളാനും കഴിഞ്ഞിട്ടാണ് ഖളാ വീട്ടുന്നത് എങ്കിൽ, ഓരോ നോമ്പിനനുസരിച്ചും ഒരു മുദ്ദ് വീതം ഭക്ഷ്യധാന്യം മിസ്കീന്മാർക്കോ ഫക്കീറന്മാർക്കോ ദാനം ചെയ്യണം. ഖളാ വീട്ടുന്നതോടൊപ്പം ഖളാ വീട്ടുകയും വേണം, ഓരോ മുദ്ദ് ഭക്ഷ്യധാന്യം മിസ്കീന്മാർക്കോ ഫക്കീറന്മാർക്കോ ദാനം ചെയ്യുകയും വേണം. ഇവിടെ ഒരുപാട് മസാലകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു റമളാനിൽ ഖളാ ആയ നോമ്പ് അടുത്ത റമളാനിന്റെ ഉള്ളിൽ ഖളാ വീട്ടുന്നുണ്ടെങ്കിൽ ഖളാ വീട്ടിയാൽ മാത്രം മതി. ഉദാഹരണത്തിന് ഒരു 5 നോമ്പാണ് വിട്ടുപോയിട്ടുള്ളതെങ്കിൽ ആ 5 നോമ്പ് നോക്കിയാൽ മതി. എന്നാൽ അടുത്ത റമളാൻ വരെയും ഖളാ വീട്ടിയിട്ടില്ല, ആ റമളാനും കഴിഞ്ഞിട്ടാണ് ഖളാ വീട്ടുന്നത് എങ്കിൽ, ഉദാഹരണത്തിന് ഇതേ 5 നോമ്പാണെങ്കിൽ 5 നോമ്പിനും ഓരോ മുദ്ദ് വീതം 5 മുദ്ദ് മിസ്കീന്മാർക്കോ ഫക്കീറന്മാർക്കോ ദാനം ചെയ്യുകയും ഈ 5 നോമ്പ് ഖളാ വീട്ടുകയും വേണം. ഈ 5 മുദ്ദ് എന്നുള്ളത് ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് മുദ്ദിന്റെ എണ്ണവും കൂടും. അതായത് ഒരു റമളാനിൽ ഖളാ ആയ നോമ്പ് അടുത്ത റമളാനായിട്ടും ഖളാ വീട്ടിയില്ല എങ്കിൽ ഒരു മുദ്ദ് വീതം ഓരോ നോമ്പിനും മിസ്കീന്മാർക്കോ ഫക്കീറന്മാർക്കോ ദാനം ചെയ്യൽ നിർബന്ധമാണ്. ഇനി ആ റമളാന് കഴിഞ്ഞിട്ട് പിന്നേത്തെ റമളാന് വരെയും ഇദ്ദേഹം ഖളാ വീട്ടിയില്ല എങ്കിൽ ഓരോ നോമ്പിനും 2 മുദ്ദ് വീതം കൊടുക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ ഓരോ വർഷം കൂടുന്നതിനനുസരിച്ചും ഓരോ നോമ്പിനും മുദ്ദുകളുടെ എണ്ണം കൂടിക്കൂടി വരും. അത് മനസ്സിലാക്കണം. ഇതുവരെ നമ്മൾ ഇവിടെ പറഞ്ഞത് സാധാരണയായിട്ടുള്ള ആളുകൾക്ക് റമളാനിലെ നോമ്പ് ഖളാ ആയിട്ടുണ്ടെങ്കിൽ അത് ഖളാ വീട്ടുന്ന രീതിയാണ്. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഗർഭിണികളായ സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് മുലയൂട്ടുന്നതായ സ്ത്രീകൾ, അവരുടെ നോമ്പ് ഖളാ ആയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഖളാ വീട്ടുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഗർഭിണികളായ സ്ത്രീകൾക്കും കുട്ടികൾക്ക് മുലയൂട്ടുന്നതായ സ്ത്രീകൾക്കും ഒരേ ഹുക്കുമാണ്, ഒരേ വിധിയാണ്. അതുകൊണ്ട് ഗർഭിണികളായ സ്ത്രീ, മുലയൂട്ടുന്നതായ സ്ത്രീ, ഇങ്ങനെ വേർതിരിച്ച് ഞാൻ പറയുന്നില്ല, ഗർഭിണികളായ സ്ത്രീകൾ എന്ന് മാത്രം നമുക്ക് പറയാം. ഇവിടെ ഗർഭിണിയായ സ്ത്രീ നോമ്പ് ഉപേക്ഷിക്കുന്നതിനെ ഒരു 3 തരമായിട്ട് നമുക്ക് തരംതിരിക്കാം. അതില് വിധികൾ വ്യത്യാസമുണ്ട്. ഒന്നാമതായി, ഈ ഗർഭിണിയായ സ്ത്രീക്ക് വല്ല ബുദ്ധിമുട്ടും വരും എന്ന് പേടിച്ചിട്ട് നോമ്പ് ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ കുട്ടിക്ക് വല്ല ബുദ്ധിമുട്ടും വരും എന്ന് പേടിച്ചിട്ട് നോമ്പ് ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീക്കും കുട്ടിക്കും രണ്ടാൾക്കും വല്ല ബുദ്ധിമുട്ടും വരും എന്ന് പേടിച്ചിട്ട് നോമ്പ് ഉപേക്ഷിച്ചാൽ, ഇങ്ങനെ 3 തരമായി തരംതിരിക്കുന്നത് അവിടെ വിധികൾ വ്യത്യാസമുള്ളത് കൊണ്ടാണ്. ആദ്യമായി, ഈ ഗർഭിണിയായ സ്ത്രീയുടെ ബുദ്ധിമുട്ട് പേടിച്ചിട്ടാണ് നോമ്പ് ഉപേക്ഷിച്ചത് എങ്കിൽ, സാധാരണ ഗർഭിണികൾ നോമ്പ് നോക്കിയാൽ ബുദ്ധിമുട്ട് വരാറില്ല. എന്നാൽ എല്ലാവരുടെയും ആരോഗ്യം ഒരുപോലെ അല്ലല്ലോ. ഒരു നീതിമാനായ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ നോമ്പ് നോക്കിയാൽ നിങ്ങളുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ വരും, നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ വരും. ഉദാഹരണത്തിന് ചിലപ്പോൾ ചോര കുറവാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം നോമ്പ് നോക്കണ്ട എന്ന് ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ നമുക്കത് അനുസരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഈ ഗർഭിണിയായ സ്ത്രീയുടെ ആരോഗ്യ പ്രശ്നങ്ങളോ എന്തെങ്കിലും വെച്ചിട്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നത് എങ്കിൽ, ആ സ്ത്രീയുടെ നോമ്പ് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ ആ വിധിയിലാണ് ഉൾക്കൊള്ളുന്നത്. അതായത് ഈ റമളാനിൽ ഖളാ ആയതാണെങ്കിൽ അടുത്ത റമളാനിന് മുമ്പ് ഖളാ വീട്ടുകയും, അതും കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഓരോ വർഷത്തിനനുസരിച്ചും ഓരോ നോമ്പിന് ഓരോ മുദ്ദ് വീതം മിസ്കീന്മാർക്കോ ഫക്കീർമാർക്കോ ദാനം ചെയ്യുകയും വേണം. ആ ഒരു വിധിയിലേക്കാണ് പോകുന്നത്. ഇനി കുട്ടിയുടെ ആരോഗ്യത്തിന് പേടിച്ചിട്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നത് എങ്കിൽ, ഇവിടെയും അതുപോലെയാണ്. കുട്ടിയുടെ ആരോഗ്യത്തിന് വല്ല പ്രശ്നങ്ങളും വരാറില്ല സാധാരണ നോക്കുമ്പോൾ.
ഇനി ഇതേപോലെ ഒരു നീതിമാനായ ഡോക്ടർ പറയാണ്, നിങ്ങൾ നോമ്പ് നോക്കിയാൽ നിങ്ങളുടെ കുട്ടിക്ക് അത് ബാധിക്കും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ കുട്ടിയുടെ ആരോഗ്യത്തിനെ പേടിച്ചിട്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നത് എങ്കിൽ ഈ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം ഓരോ മുദ്ദ് വീതം മിസ്കിന്മാർക്കോ ഫക്കീറന്മാർക്കോ ദാനം ചെയ്യണം. അത് അടുത്ത റമദാൻ ആവണം എന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രശ്നങ്ങൾ മാറിയിട്ട് എപ്പോഴാണോ നോമ്പ് നോക്കാൻ കഴിയുന്നത് ആ സമയത്ത് നോമ്പ് നോക്കുമ്പോൾ തന്നെ ഒരു മുദ്ദ് വീതം മിസ്കിന്മാർക്കോ ഫക്കീറന്മാർക്കോ ദാനം ചെയ്യണം. ഇനി ഗർഭിണിയായ സ്ത്രീയുടെയും കുട്ടിയുടെയും രണ്ടാളുടെയും ബുദ്ധിമുട്ട് പേടിച്ചിട്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നത് എങ്കിൽ അതും ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക്, അതായത് അടുത്ത റമദാനിന് മുമ്പ് നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി. അടുത്ത റമദാനും കഴിഞ്ഞു പോവുകയാണെങ്കിൽ ഓരോ നോമ്പിന് ഓരോ മുദ്ദ് വീതം കൊടുക്കണം എന്നുള്ള ആ ഒരു നിലയിലേക്കാണ് പോകുന്നത്. അപ്പോ ഗർഭിണിയായ സ്ത്രീയുടെ ബുദ്ധിമുട്ട് പേടിച്ചിട്ടോ ഗർഭിണിയായ സ്ത്രീയുടെയും കുട്ടിയുടെയും രണ്ടാളുടെയും ബുദ്ധിമുട്ട് പേടിച്ചിട്ടോ ആണ് നോമ്പ് ഉപേക്ഷിക്കുന്നത് എങ്കിൽ അടുത്ത റമദാനിന് മുമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി. ഇനി കുട്ടിയുടെ ബുദ്ധിമുട്ട് മാത്രം പേടിച്ചിട്ടാണ് നോമ്പ് ഉപേക്ഷിച്ചത് എങ്കിൽ ആ ബുദ്ധിമുട്ട് തീർന്ന ഉടനെ നോമ്പ് ഖളാ വീട്ടുകയും ഓരോ നോമ്പിനനുസരിച്ച് ഓരോ മുദ്ദ് വീതം മിസ്കിന്മാർക്കോ ഫക്കീറന്മാർക്കോ ദാനം ചെയ്യലും നിർബന്ധമാണ്. അതിന് ഒരു വർഷം വരെ ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം മിസ്കിന്മാർക്കോ ഫക്കീറന്മാർക്കോ ദാനം ചെയ്യണം എന്ന് പറഞ്ഞു. എത്രയാണ് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ? ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ അത് മില്ലി ലിറ്ററിലാണ് കണക്കാക്കുന്നത്. 800 മില്ലി ലിറ്റർ ആണ് ഒരു മുദ്ദ്. അത് നമ്മൾ കിലോയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള അളവ് നമുക്ക് കിട്ടൂല. അത് എത്ര പറഞ്ഞാലും കിട്ടൂല. കാരണം അത് നമ്മൾ ദാനം ചെയ്യുന്ന ഭക്ഷ്യധാന്യത്തിനനുസരിച്ചായിരിക്കും. നമ്മൾ കൊടുക്കുന്നത് ഭാരമില്ലാത്ത കനം കുറഞ്ഞിട്ടുള്ള അരിയാണെങ്കിൽ അത് ഏകദേശം 650 ഗ്രാം അങ്ങനെ വരുള്ളൂ ഏകദേശം. ഇനി നമ്മൾ കൊടുക്കുന്നത് നല്ല പാലക്കാടൻ മട്ട അരിയാണ്, അല്ലെങ്കിൽ കുറുവ അരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല കുത്തി അരിയാണ്, അതൊക്കെ നല്ല കനമുള്ള അരിയാണ്, അത് ഏകദേശം 750 ഗ്രാം വരെ വരും. അപ്പൊ നമ്മൾ ഏത് അരി കൊടുക്കുകയാണെങ്കിലും ഏകദേശം 750 ഗ്രാം അത് കൊടുക്കലായിരിക്കും നല്ലത്. കാരണം കൂടിപ്പോയാൽ പ്രശ്നമില്ലല്ലോ, കുറഞ്ഞ പ്രശ്നമാണ്. അപ്പൊ 750 ഗ്രാം വെച്ച് കൊടുക്കലാണ് നല്ലത്. അതാണ് ഒരു മുദ്ദ്. ഇനി ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറയുമ്പോ ഓരോ പറച്ചലിലും മിസ്കിന്മാര് ഫക്കീറന്മാർ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അതായത് മിസ്കിന്മാർക്കും ഫക്കീറന്മാർക്കും തന്നെ കൊടുക്കണം. ഇത് നമ്മൾ സാധാരണ സക്കാത്ത് കൊടുക്കുന്ന എല്ലാ അവകാശികൾക്കും കൊടുക്കാൻ പറ്റൂല. ഫക്കീറന്മാർക്കും മിസ്കിന്മാർക്കും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതും സക്കാത്തിന്റെ അവകാശികൾക്ക് കൊടുക്കുന്ന പോലെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കണമെന്നൊന്നുമില്ല. എവിടെയുള്ള ആളുകൾക്ക് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ കൊടുക്കുന്നത് മിസ്കിന്മാർക്കോ ഫക്കീറന്മാർക്കോ ആയിരിക്കണം. ഈ വിഷയം പറയുമ്പോൾ മിസ്കീൻ ആരാണ് ഫക്കീർ ആരാണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെയും അദ്ദേഹം ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെയും ഒരു ദിവസത്തെ ചെലവിന്റെ പകുതി വരുമാനമുള്ള ആളുകൾ. ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തി അദ്ദേഹത്തിനും അദ്ദേഹം ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും ഒരു ദിവസത്തെ ചെലവ് 200 രൂപയാണെങ്കിൽ അദ്ദേഹത്തിനുള്ള വരുമാനം 100 രൂപയാണ്. അതായത് ചെലവിന്റെ പകുതി വരുമാനമുള്ള ആളുകൾ, അദ്ദേഹം ഫക്കീറാണ്. ഇനി മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അദ്ദേഹത്തിനും അദ്ദേഹം ചെലവിന് കൊടുക്കൽ നിർബന്ധവുമായ ആളുകൾക്ക് ഒരു ദിവസത്തെ ചെലവിനുള്ള വരുമാനം ഇല്ലാത്ത ആളുകൾ. ഉദാഹരണത്തിന് ഒരു വ്യക്തി അദ്ദേഹത്തിനും അദ്ദേഹം ചെലവിന് കൊടുക്കൽ നിർബന്ധവുമായ ആളുകൾക്ക് ഒരു ദിവസം വരുന്ന ചെലവ് 200 രൂപയാണ്. എന്നാൽ ഇദ്ദേഹത്തിനുള്ള വരുമാനം 150-160 രൂപയാണ്. അതായത് ചെലവിനോളം ഇദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആളുകളാണ് മിസ്കീന്. ഫക്കീർ എന്ന് പറയുമ്പോൾ ചെലവിന്റെ നേരെ പകുതി വരുമാനമുള്ള ആളുകൾ. മിസ്കീന് എന്ന് പറയുമ്പോൾ പകുതിയിലധികവും വരുമാനമുണ്ട്, പക്ഷെ ചെലവിനനുസരിച്ച് തികയുന്നില്ല. അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ ഈ മുദ്ദ് നൽകേണ്ടത്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെ ആവണം എന്നില്ല. എവിടെ കൊടുത്താലും ആ മുദ്ദ് കടം വീടുന്നതാണ്. ഇനി വല്ല സംശയവും ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഓരോ കമന്റിനും റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലാഹു തആല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാവരെയും കടങ്ങൾ അല്ലാഹു തആല പെട്ടെന്ന് വിടാനുള്ള വഴി തുറന്നു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.